ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മിഡ് ടൈം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. സോഷ്യൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. യൂണിറ്റ് ചാപ്റ്റർ 1ഉം 2ഉമാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ 7ാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട എല്ലാ സബ്ജക്റ്റിൻ്റെയും വീഡിയോസ് ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോഷ്യൽ സയൻസ്, ബേസിക് സയൻസ്, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി എല്ലാ ചാപ്റ്ററിൻ്റെയും വീഡിയോസ്, അതായത് ആദ്യത്തെ 1, 2, 3 യൂണിറ്റിൻ്റെ എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മലയാളം മീഡിയം, ഇംഗ്ലീഷ് മീഡിയം ഉണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോസൊക്കെ കാണുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ 7ാം ക്ലാസ് പഠിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇത് നോക്കാം. ഇതിൽ 10 ആക്ടിവിറ്റിയാണുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം എക്സാമിന് ഇത് ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ആക്ടിവിറ്റി നോക്കാം. ബാബർ എസ്റ്റാബ്ലിഷ്ഡ് മുഗൾ റൂൾ ഇൻ 1526. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ബാബറാണ് മുഗൾ ഭരണം സ്ഥാപിച്ചത് 1526. ദ മുഗൾസ് റൂൾഡ് ഇന്ത്യ ടിൽ 1857 വിത്ത് ഡൽഹി ഹാസ് ദെയർ ക്യാപിറ്റൽ. മുഗളന്മാർ ഡൽഹി കേന്ദ്രമാക്കിയിട്ട് 1857 വരെ ഇന്ത്യ ഭരിച്ചു. കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട്. അപ്പോൾ ബാബർ കൊടുത്തിട്ടുണ്ട്, ബാക്കി നമ്മൾ ഫില്ല് ചെയ്യണം അല്ലേ. അപ്പോൾ ആരൊക്കെയാണ്, നമുക്ക് ഉത്തരം നോക്കിയാലോ. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉണ്ടല്ലേ ഇങ്ങനൊരു ചാർട്ടുണ്ട്. അപ്പോൾ ബാബറാണ്. ബാബർ കഴിഞ്ഞിട്ട് പിന്നെ ആരാ വന്നത്? ഹുമയൂണാണ്. പിന്നെ അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ്. എങ്ങനെയാണ് ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ്. ഇനി രണ്ടാമത്തെ അതിൻ്റെ ബി ക്വസ്റ്റ്യൻ ആണ്. ഹൂ ഗേവ് ദ നെയിം മുഗൾ ടു ദാറ്റ് ഡൈനാസ്റ്റി? ആരാണ് മുഗൾ എന്ന പേര് കൊടുത്തതെന്ന്? ആരാണ് കൊടുത്തത്? യൂറോപ്യൻസാണ് ആ പേര് കൊടുത്തത്. യൂറോപ്യൻസാണ് ആ പേര് കൊടുത്തത്. പിന്നെ നിങ്ങൾക്ക് ഇതിനോടനുബന്ധിച്ച് അറിയാം, 1526 മുഗൾ ഭരണം തുടക്കമായി എന്ന് പറഞ്ഞു. അതിന് കാരണമായ യുദ്ധം ബാറ്റിൽ ഏതാണ് എന്ന് ചോദിച്ചാൽ എന്താ പറയുക? പാനിപ്പത്ത് ബാറ്റിൽ അല്ലേ, ദ ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്. അത് 1526 ഹരിയാനയിലെ പാനിപ്പത്ത് എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് എന്ന് പറയുന്നത്. അത് ആരും തമ്മിലായിരുന്നു? ഇബ്രാഹിം ലോധിയും ബാബറും തമ്മിലായിരുന്നു. അപ്പോൾ അതിലുള്ള ആ യുദ്ധവിജയമാണ് ബാബർ ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിക്കാൻ കാരണമായത്. പിന്നീട് വന്ന രാജാക്കന്മാരെയൊക്കെ നിങ്ങൾ മനഃപ്പാഠം പഠിക്കുക. ഓക്കെ, പിന്നെ ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി ഏതാ നോക്കാം. ആക്ടിവിറ്റി 2. അക്ബർ വാസ് എ പവർഫുൾ റൂളർ. അക്ബർ വളരെ ശക്തനായ ഒരു ഭരണാധികാരിയായിരുന്നു. ഹി ഗോട്ട് ലവ്, റെസ്പെക്ട് ആൻഡ് സബ്മിസീവ് അപ്രോച്ച് ഫ്രം ഹിസ് സബ്ജക്റ്റ്. അപ്പോൾ അദ്ദേഹത്തിന് എന്തായിരുന്നു? എല്ലാ സ്നേഹവും ആദരങ്ങളും എല്ലാ ഭാഗത്തു നിന്നും കിട്ടിയിരുന്നു. വിച്ച് വാസ് ദ ന്യൂ ക്യാപിറ്റൽ സിറ്റി ഓഫ് അക്ബേഴ്സ് അമ്പയർ? അക്ബർ അമ്പയറിൻ്റെ ന്യൂ ക്യാപിറ്റൽ സിറ്റി ഏതാണ്? പുതിയ തലസ്ഥാനം ഏതാണ്? പിന്നെ രണ്ടാമത്തെ ചോദ്യം എന്താണ്? മെൻഷൻ ദ നെയിം ഓഫ് ദ മാൻഷൻ വർക്കേഴ്സ്, സ്കോളേഴ്സ് ആൻഡ് ഡിഗ്നിറ്ററീസ് ഓഫ് വാരിയസ് റിലീജിയൻസ് യൂസ്ഡ് ടു ഗാദർ. എല്ലാവരും ഒത്തുകൂടി ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ആ സ്ഥലത്തിൻ്റെ പേരെന്താണെന്നാണ് ചോദിച്ചത്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ദ നെയിം ഓഫ് ദ മാൻഷൻ വേർ ദ വർക്ക് സ്കോളേഴ്സ് ആൻഡ് ഡിഗ്നിറ്ററീസ് ഓഫ് വാരിയസ് റിലീജിയൻ യൂസ്ഡ് ടു ഗ്യാദർ. ഇനി മൂന്നാമത്തെ ചോദ്യം, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ മാൻസബ്ദാരി സിസ്റ്റം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് അറിയാം. എന്താണ് ക്യാപിറ്റൽ സിറ്റിയുടെ പേര്? ഫത്തേപൂർ സിക്രി. ഫത്തേപൂർ സിക്രി. അതേപോലെ തന്നെ എല്ലാവരും ഒത്തുകൂടിയ ആ സ്ഥലത്തിന് പറയുന്ന പേരാണ് ഇബാദത്ത് ഖാന. ഇബാദത്ത് ഖാന. ഓക്കെ, ഇബാദത്ത് ഖാന. ഇനി നമ്മളോട് പറഞ്ഞത് റൈറ്റ് നോട്ട് ഓൺ മാൻസബ്ദാരി സിസ്റ്റം. അപ്പോൾ മാൻസബ്ദാരി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തിൽ അക്ബർ നടപ്പിലാക്കിയ ഒരു രീതിയായിരുന്നു മാൻസബ്ദാരി സിസ്റ്റം. Mansabdari system was implemented as an alternative to maintain army paying directly from the state exchequer. സർക്കാരുടെ ഖജനാവിൽ നിന്ന് നേരിട്ട് പണം നൽകി സൈന്യത്തിനെ നിലനിർത്തുന്നതിന് പകരമായിട്ടാണ് ഈ സമ്പ്രദായം നടപ്പിലാക്കിയത്. ഓക്കെ, മാൻസബ്ദാസ് വെർ അലോട്ടഡ് ലാൻഡ് അക്കോർഡിംഗ് ടു ദിയർ റാങ്ക്സ്. അപ്പം മാൻസബ് എന്ന പദവിയിലുള്ള ആൾക്കാരായിരുന്നു ഇത് നയിച്ചിരുന്നത്. ദ മാൻസബ്ദാർ മെയിൻറ്റൈൻഡ് ഹിസ് ആർമി ബൈ കളക്ടിങ് ടാക്സ് ഫ്രം ലാൻഡ് അലോട്ടഡ് ദം. അപ്പോൾ അവർക്കൊക്കെ എന്തുണ്ടായിരുന്നു? മാൻസബ്ദിനൊക്കെ എന്തുണ്ടായിരുന്നു? അവരുടെ പദവിക്കനുസരിച്ച്, അവരുടെ റാങ്കിനനുസരിച്ച് ലാൻഡ് കൊടുത്തിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഇവർ ടാക്സ് പിരിച്ചെടുക്കും. ആ ടാക്സ് പിരിച്ചെടുത്ത ആ പൈസ കൊണ്ടാണ് അവരുടെ സൈന്യത്തെ നിലനിർത്തിയിരുന്നത്. ദ സപ്പോർട്ട് ഓഫ് ദ നോബിൾസ് ആൻഡ് ദ മിലിറ്ററി വാസ് നെസസറി ടു ക്യാരി ഔട്ട് ദ റെജിം സ്ട്രോങ്ലി. മാൻസബ്ദാരി സിസ്റ്റം വാസ് ഇംപ്ലിമെൻറ്റഡ് ടു അച്ചീവ് ദിസ് ഒബ്ജക്റ്റ്. അപ്പം ഭരണം ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രമുഖരുടെയും സൈനികരുടെയും പിന്തുണ വേണം. ഇതിനൊക്കെയാണ് ആയിട്ടാണ് എന്ത് നടപ്പിലാക്കിയത്? അക്ബർ മാൻസബ്ദാരി സിസ്റ്റം നടപ്പിലാക്കിയത്. അപ്പോൾ അറിയാലോ, മാൻസബ്ദാരി സിസ്റ്റം വാസ് ഇംപ്ലിമെൻറ്റഡ് ആസ് എൻ ആൾട്ടർനേറ്റീവ് ടു മെയിൻറ്റെയിൻ ആർമി പേയിങ് ഡയറക്ട്ലി ഫ്രം ദ സ്റ്റേറ്റ് എക്സ്ചെക്കർ.
ഖജനാവിൽ നിന്ന് നേരിട്ട് പണം നൽകി സൈന്യത്തെ നിർത്തലാക്കി. അതിന് പകരമാണ് ഈ സമ്പ്രദായം നിലവിൽ വന്നത്. റാങ്ക് അനുസരിച്ച് മാൻസബ്ദാർക്ക് എന്ത് കൊടുത്തിരുന്നു? ലാൻഡ് കൊടുത്തിരുന്നു. ആ ലാൻഡിൽ നിന്ന് അവർ ടാക്സ് പിരിച്ചിരുന്നു. ആ ടാക്സ് ഉപയോഗിച്ചിട്ട് അവരവരുടെ സൈന്യത്തിൻ്റെ ചിലവൊക്കെ വഹിച്ചിരുന്നു. ഇനി ഇതാണ് മാൻസബ്ദാരി സിസ്റ്റം. അപ്പോൾ ആക്ടിവിറ്റി 2 കഴിഞ്ഞു. ഇനി ആക്ടിവിറ്റി 3, കംപ്ലീറ്റ് ദ പിരമിഡ് സൂട്ടബ്ലി ബേസ്ഡ് ഓൺ അക്ബർ അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡർ. അപ്പോൾ അക്ബറിന് നല്ലൊരു അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരുന്നു. ഭരണ സൗകര്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു അറേഞ്ച്മെൻറ്റ് ഉണ്ടായിരുന്നു. അത് ഏതൊക്കെയാണ് ഇവിടെ എഴുതാനാണ്. അപ്പോൾ ഏതൊക്കെയാണ്? പിന്നെ രണ്ടാമത്തെ ചോദ്യം, റൈറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് മുഗൾ അഡ്മിനിസ്ട്രേഷൻ. അതേപോലെ തന്നെ മുഗൾ അഡ്മിനിസ്ട്രേഷൻ്റെ ഫീച്ചേഴ്സ് എഴുതാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുഗൾ കിങ്ഡത്തിൽ എന്താണ്? സുബ, സർക്കാർ, പർഗാന, ഗ്രാമ, ഇങ്ങനെ 4 ഡിവിഷനാണ് ഉണ്ടായിരുന്നത്. എങ്ങനെയാണ്? സുബ, സർക്കാർ, പർഗാന, ഗ്രാമ. ഓക്കെ, ഇത്തരം ഒരു സിസ്റ്റമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ഇറ്റ് വാസ് ഡ്യൂറിങ് അക്ബർ റെയിൻസ് ഇൻ മുഗൾ റൂൾ ദാറ്റ് സുബ, സർക്കാർ, പർഗാന ആൻഡ് ഗ്രാമ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡർ വാസ് ഇഫക്റ്റീവ്ലി ഫോംഡ്. അപ്പോൾ മുഗൾ ഭരണത്തിൽ അക്ബറിൻ്റെ കാലത്താണ് ഇങ്ങനെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡർ വന്നത്. ദ എംപറർ വാസ് ദ സോവറിൻ അതോറിറ്റി ഓഫ് ദ കൺട്രി. അപ്പം രാജ്യത്തെ സോവറിൻ അതോറിറ്റി, പരമാധികാരി ആരായിരുന്നു? എംപററാണ്, ചക്രവർത്തിയാണ്. ദ കമാൻഡർ ഇൻ ചീഫ്, ദ ലോ മേക്കർ ആൻഡ് ദ സുപ്രീം ജഡ്ജ്. എല്ലാം, അതായത് സൈന്യാധിപൻ്റെ ഹെഡ്, അതേപോലെ നിയമം നിർമ്മിക്കുക, ലോ മേക്കിംഗ്, എല്ലാം ആരായിരുന്നു? എല്ലാ അതോറിറ്റിയും ആരായിരുന്നു? എംപറർ ആയിരുന്നു. ഡ്യൂറിങ് ദ മുഗൾ പീരീഡ് ദർ വർ നോ സെപ്പറേറ്റ് കോർട്സ് ഫോർ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് ആസ് ടുഡേ. അപ്പോൾ ഇന്നുള്ള പോലെ തന്നെ പ്രത്യേകതരം കോടതികളൊന്നും ഉണ്ടായിരുന്നില്ല. Instead, local religious scholars investigated and adjudicated disputes. അതിന് പകരം എന്താണ്? തദ്ദേശീയരായിട്ടുള്ള മതപണ്ഡിതന്മാരായിരുന്നു എന്തെങ്കിലും തർക്കമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ അന്വേഷണമൊക്കെ നടത്തി അതിന് വിധി കൽപ്പിച്ചിരുന്നത്. അങ്ങനെയുള്ളവർക്ക് എന്തായിരുന്നു പറയുന്നത്? ഖാസീസ് എന്നായിരുന്നു പറയുന്നത്. Those who were dissatisfied with this decision had the opportunity to complain directly to the emperor. അപ്പോൾ ഈ ഖാസീസ് എടുത്ത തീരുമാനത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്ടക്കേട് ഉണ്ടെങ്കിലോ അവർക്ക് എന്താക്കാം? ചക്രവർത്തിയോട്, എംപററോട് നേരിട്ട് പരാതി പറയാൻ അവസരമുണ്ടായിരുന്നു. അതായത് ഖാസീസിൻ്റെ തീരുമാനം അവസാന വാക്കായിരുന്നില്ല. അവർക്ക് എന്തെങ്കിലും അതൃപ്തി ഉണ്ടെങ്കിൽ എംപററോട് നേരിട്ട് പരാതി പറയാം. മിനിസ്റ്റേഴ്സ് ആൻഡ് ഹെഡ്സ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് വർ അപ്പോയിൻറ്റഡ് ടു അഡ്വൈസ് ദ കിങ് ഓൺ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ്. ഇനി ഭരണകാര്യങ്ങളിൽ രാജാവാണ് എല്ലാം പരമാധികാരി എന്ന് പറഞ്ഞല്ലോ. പക്ഷേ ഭരണകാര്യങ്ങളിൽ രാജാവിന് ഉപദേശം നൽകാനായിട്ട് മന്ത്രിമാരുണ്ടായിരുന്നു. പിന്നെ ഓരോ വകുപ്പിനും അതിൻ്റേതായിട്ടുള്ള ഹെഡ് ഉണ്ടായിരുന്നു. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മുഗൾ കിങ്ഡം, അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡറും. ഫീച്ചേഴ്സ് ഓഫ് മുഗൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡർ. ഇനി നമുക്ക് 4ാമത്തെ ആക്ടിവിറ്റി എന്താ നോക്കാം. ആക്ടിവിറ്റി 4 ഇവിടെ എന്താണ്? മാച്ച് ദ ഫോളോയിങ് ആണ്. കിങ് ഓഫ് വിജയനഗര. ആ വിജയനഗരിൽ കുറേ എന്തുണ്ട്? കുറേ രാജവംശങ്ങളുണ്ട്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താക്കണം? അതൊന്ന് ശരിയാക്കണം. സംഗമ ഡൈനാസ്റ്റി, സാലുവ ഡൈനാസ്റ്റി, തുളുവ ഡൈനാസ്റ്റി, അരവിഡു ഡൈനാസ്റ്റി. തിരുമല, വെങ്കിട, ഹരിഹര, ബുക്ക, നരസിംഹ, സാലുവ, വീരനരസിംഹ, കൃഷ്ണദേവരായ. അപ്പോൾ ഇത് നമ്മളൊന്ന് മാച്ച് ചെയ്യണം. അപ്പോൾ മാച്ച് ചെയ്യാൻ എന്താണ്? സംഗമ ഡൈനാസ്റ്റി ഹരിഹര, ബുക്ക. ഓക്കെ. സാലുവ ഡൈനാസ്റ്റി, അത് പേരിൽ തന്നെ ഉണ്ട്, നരസിംഹ, സാലുവ. തുളുവ ഡൈനാസ്റ്റി ആരാണ്? വീരനരസിംഹൻ, കൃഷ്ണദേവരായ. ഇനി അരവിഡു ഡൈനാസ്റ്റി, തിരുമല, വെങ്കിട. ഓക്കെ. അപ്പം നമുക്കറിയാം 1336 വിജയനഗരം സ്ഥാപിച്ചതാരാണ്? ഹരിഹര ബുക്ക. വിജയനഗര ഡൈനാസ്റ്റി സ്ഥാപിച്ച ആൾക്കാരാണ് ഹരിഹര ബുക്ക. ഓക്കെ. പിന്നെ അതിലെ തന്നെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരി ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക? കൃഷ്ണദേവരായരായിരുന്നു കേട്ടോ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ആക്ടിവിറ്റി 5, കംപ്ലീറ്റ് ദ പിരമിഡ് ദാറ്റ് ഡെപിക്ട്സ് ദ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഓഫ് വിജയനഗര എംപയർ. അപ്പോൾ ഇവിടെ ഒരു പിരമിഡ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ പിരമിഡ് നിങ്ങൾ ഫില്ല് ചെയ്യണം. പിരമിഡിൽ 4 ആളെ പേര് നമ്മൾ എഴുതണം. ഇവിടെ നടുവിൽ നാടു എന്ന് കൊടുത്തിട്ടുണ്ട്, ബാക്കി നമ്മൾ എഴുതണം. അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. അപ്പോൾ ഏതൊക്കെ സ്ഥലങ്ങളാണ്? മണ്ഡലം, നാടു, സ്ഥല, ഗ്രാമ. എന്തൊക്കെയാണ്? മണ്ഡലം, നാടു, സ്ഥല, ഗ്രാമ. ഡിസ്ക്രൈബ് ദ ഡ്യൂട്ടീസ് ഓഫ് അമരനായക. 2 ചോദ്യമാണുള്ളത്. ഇതിനെ പറ്റിയിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം എന്താണെന്ന് എഴുതാനും അതേപോലെ തന്നെ ഡിസ്ക്രൈബ് ദ ഡ്യൂട്ടീസ് ഓഫ് അമര നായകാസ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് ദ കൺട്രി വാസ് ഡിവൈഡഡ് ഇൻ ടു. അപ്പോൾ എന്താണ്? ഭരണ സൗകര്യത്തിനായിട്ട് രാജ്യം എങ്ങനെയായിരുന്നു തരംതിരിച്ചിരുന്നത്? ഡിവൈഡ് ചെയ്തത്. മണ്ഡലം പ്രൊവിൻസസ്, നാടു ഡിസ്ട്രിക്റ്റ്,
സ്ഥല സബ് ഡിസ്ട്രിക്റ്റ് ഗ്രാമ വില്ലേജ്. ദർ വാസ് ക്യാബിനറ്റ് ടു ഹെൽപ്പ് ദ കിങ്. രാജാവിനെ സഹായിക്കാൻ ഒരു മന്ത്രിസഭ ഉണ്ടായിരുന്നു. ദ കിങ് ഹാഡ് ദ പവർ ടു ഡിമോട്ട് ആൻഡ് പണിഷ്ഡ് മിനിസ്റ്റേഴ്സ്. മന്ത്രിമാരെ സ്ഥാന ഇറക്കം കൊടുക്കുന്നതിനും അതേപോലെ തന്നെ എന്തെങ്കിലും പണിഷ്മെൻ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാനുള്ള അധികാരം ആർക്കായിരുന്നു? രാജാവിനുണ്ടായിരുന്നു. ദേ വർ കോർട്സ് അറ്റ് വേരിയസ് ലെവൽസ് ഫോർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്. അപ്പം അഡ്മിനിസ്ട്രേഷൻ നീതിന്യായത്തിന് വേണ്ടിയിട്ട് പല തലങ്ങളിൽ കോടതികളൊക്കെ ഉണ്ടായിരുന്നു. ദ അപ്പലൈറ്റ് അതോറിറ്റി വാസ് ദ കിങ് ഹിംസെൽഫ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അധികാരി ആരായിരുന്നു? കിങ് തന്നെ ആയിരുന്നു. മൈനർ ഓഫൻസസ് ആൻഡ് ലേബർ ഡിസ്പ്യൂട്ട്സ് വർ ഡെൽറ്റ് വിത്ത് ബൈ വില്ലേജ് കോർട്സ് ദംസെൽസ്. ചെറിയ ചെറിയ കുറ്റങ്ങൾ, അതേപോലെ തൊഴിൽപരമായ പല പ്രശ്നങ്ങളും ഇതൊക്കെ ഗ്രാമത്തിലെ കോടതികളായിരുന്നു കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഓർമ്മിച്ച് വെക്കുക, മണ്ഡലം, നാടു, സ്ഥല, ഗ്രാമം. ഓക്കെ, കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാവും, അതിന് നിങ്ങൾ അറിയുന്നവർ ഉത്തരം എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി അടുത്ത ഡിസ്ക്രൈബ് ദ ഡ്യൂട്ടീസ് ഓഫ് അമരനായകാസ്. അത് നോക്കാം. അമരനായകന്മാരെന്ന് പറഞ്ഞാൽ അവരുടെ ഡ്യൂട്ടീസൊക്കെ നമുക്ക് നോക്കാം. നായകാസ് ആൻഡ് അമരനായകാസ് പ്ലേസ് എ ഇമ്പോർട്ടൻറ്റ് റോൾ in the administration of Vijayanagara. The military commanders were known as Amaranayakas. The king allotted lands known as Amara to them. രാജാക്കന്മാർ ഇവർക്കായിട്ട് ഭൂപ്രദേശങ്ങൾ കൊടുത്തിരുന്നു. അതിന് പേരെന്താണ്? അമര എന്ന പേരിലായിരുന്നു ആ പ്രദേശങ്ങൾ അറിയപ്പെട്ടിരുന്നത്. ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് അമര വാസ് ക്യാരീഡ് ബൈ അമരനായകാസ്. അപ്പം സ്ഥലം കൊടുത്തിരുന്നു, സ്ഥലത്തിൻ്റെ പേരാണ് അമര. അത് നോക്കുന്ന ആൾക്കാരാണ് അമര നായകന്മാർ. അമരനായകാസ് ഹാഡ് ദ റൈറ്റ് ടു കളക്ട് ടാക്സസ് ഫ്രം ദീസ് ഏരിയാസ്. അതായത് മാൻസബ്ദാരിൻ്റെ വേറൊരു സിസ്റ്റം, വേറൊരു രീതിയിലുള്ള സിസ്റ്റം. അപ്പോൾ അവർക്ക് അവിടുന്ന് എന്താണ് ടാക്സ് ഒക്കെ പിരിക്കാം. ദ അമരനായകാസ് പെയ്ഡ് എ ഫിക്സ്ഡ് എമൗണ്ട് ടു ദ കിങ്. ഫിക്സഡ് എമൗണ്ട് ആർക്ക് കൊടുക്കണം? രാജാവിന് കൊടുക്കണം. ഓക്കെ, ദേ ഓൾസോ മെയിൻറ്റെയിൻ എ സെർട്ടൻ നമ്പർ ഓഫ് ഫുഡ് സോൾജേഴ്സ്. ഫുഡ് സോൾജേഴ്സ് എന്ന് പറഞ്ഞാൽ കാലാളുകൾ, കാൽപ്പടയാളികൾ. പിന്നെ ഹോഴ്സസ് ആൻഡ് എലിഫൻസ്. ദിസ് സിസ്റ്റം വാസ് കോൾഡ് അമരനായക സിസ്റ്റം. ഈ ഒരു സിസ്റ്റത്തിനെയാണ് അമരനായക സിസ്റ്റം. അപ്പോൾ നമ്മൾ ആക്ടിവിറ്റി 5 ആണ് ഡിസ്കസ് ചെയ്ത് ഡിസ്ക്രൈബ്സ് ദ ഡ്യൂട്ടീസ് ഓഫ് അമരനായക സിസ്റ്റം. ഓക്കെ, ഇനി നമുക്ക് 6ാമത്തെ ചോദ്യം നോക്കാം. ഡിസ്ക്രൈബ് ദ കൾച്ചറൽ പ്രോഗ്രസ് ദാറ്റ് ഹാപ്പൻ ടു ഡ്യൂറിങ് വിജയനഗര പീരീഡ്. അപ്പോൾ എന്തൊക്കെയാണ് കൾച്ചറായിട്ട് അവരുടെ രാജ്യത്ത് നടന്ന മുന്നേറ്റങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. Many schools were established for the study of Vedas and Shastras. വേദങ്ങളും ശാസ്ത്രങ്ങളും പഠിക്കാൻ വേണ്ടിയിട്ട് നിരവധി സ്കൂളുകൾ ഉണ്ടായി. ദ വിജയനഗര പീരീഡ് വിറ്റ്നസ്ഡ് അൺപ്രസിഡന്റഡ് ഗ്രോത്ത് ഇൻ ദ ഫീൽഡ് ഓഫ് ആർട്ട്, ആർക്കിടെക്ചർ, സ്കൾപ്ചർ, ലിറ്ററേച്ചർ ആൻഡ് മ്യൂസിക്. അപ്പോൾ കല, വാസ്തുവിദ്യ, ശില്പകല തുടങ്ങിയ മേഖലകളിലൊക്കെ വളരെയധികം നല്ലൊരു വളർച്ച ഉണ്ടായി. കിങ്സ് ലൈക്ക് കൃഷ്ണദേവരായ were patrons of art and literature. അപ്പോൾ ഈ കൃഷ്ണദേവരായരെ പോലെയുള്ള രാജാക്കന്മാരൊക്കെ ഭയങ്കര കലയുടെയും സാഹിത്യത്തിൻ്റെ പാട്രൺസ് എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കുന്ന ആൾക്കാരായിരുന്നു. ദ ദ്രാവിഡൻ സ്റ്റൈൽ ഓഫ് സ്കൾപ്ചർ വാസ് ഡോമിനൻറ്റ് ഡ്യൂറിങ് ദിസ് പീരീഡ്. ഈ ഒരു വിജയനഗര ഡൈനാസ്റ്റിയുടെ ഒരു ശില്പരീതി എന്തായിരുന്നു? ദ്രാവിഡിയൻ സ്റ്റൈൽ ഓഫ് സ്കൾപ്ചർ. And the important feature of Vijayanagara style of sculpture was gigantic temples gate known as ഗോപുരംസ്. പിന്നെ ക്ഷേത്ര കവാടങ്ങൾ അവരുടെ ഒരു പ്രത്യേകത ആയിരുന്നു. അപ്പോൾ അത്രയാണ് നമ്മൾ ഡിസ്ക്രൈബ് ദ കൾച്ചറൽ പ്രോഗ്രസ് ദാറ്റ് ഹാപ്പൻ ടു ഡ്യൂറിങ് ദ വിജയനഗര പീരീഡ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ആക്ടിവിറ്റി 7. ലിസ്റ്റ് ഔട്ട് ദ മേജർ ആക്ടിവിറ്റീസ് ഓഫ് വീരശൈവ മൂവ്മെൻറ്റ്. വീരശൈവ മൂവ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ, ആക്ടിവിറ്റീസ് പറയാനാണ്. The major activities of Veerashaiva movements are given below. Brahmanical supremacy and authenticity of the Vedas were questioned. ബ്രാഹ്മണ മേധാവിത്വം അതേപോലെ വേദങ്ങളുടെ പ്രാമാണികതയും ചോദ്യം ചെയ്തു. People were educated against caste discrimination and discrimination against women. ജാതി വിവേചനം അതേപോലെ തന്നെ സ്ത്രീ വിവേചനം ഇതിനെതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ചു. പിന്നെ മോണോതിസം വാസ് എൻകറേജ്ഡ്. ഏകദൈവ വിശ്വാസം, അതാണ് മോണോതിസം എന്ന് പറഞ്ഞാൽ. കൺവിൻസ്ഡ് ദ പീപ്പിൾ അബൌട്ട് ദ ഗ്രേറ്റ്നെസ് ഓഫ് വർക്ക് ആൻഡ് ലേബർ. തൊഴിൽ ചെയ്യുക, അധ്വാനിക്കുക, ഇതിൻ്റെയൊക്കെ ഗ്രേറ്റ്നെസ്, മഹത്വം ജനങ്ങളെ ബോധ്യപ്പെടുത്തി. ഈ അപ്പോസ്ഡ് ചൈൽഡ് മാരേജ് എതിർത്തു. ആൻഡ് എൻകറേജ്ഡ് മാരേജ് ആഫ്റ്റർ പവർട്ടി ആൻഡ് വിൻഡോ റീമാരേജ്. പ്രായപൂർത്തി വിവാഹം അതേപോലെ തന്നെ വിധവ പുനർവിവാഹം എന്നിവ പ്രോത്സാഹിപ്പിച്ചു. ഇനി അടുത്ത ചോദ്യം നോക്കാം. ആക്ടിവിറ്റി 8. ബസവണ്ണ ഫിലാന്ത്രോപ്പിസ്റ്റ് ഓഫ്
Kannada Desha. Write a short note of Anubhava Mandavam. The ideas that emerged in the discussion held in the Anubhava Mandalam were known as. അപ്പോൾ 2 ചോദ്യങ്ങളാണുള്ളത്. മണ്ഡപം എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനെപ്പറ്റി ചെറിയൊരു നോട്ട് എഴുതാനാണ്. അതേപോലെ ചർച്ചയിൽ ഉയർന്നു വന്ന ആശയങ്ങളെ എന്ത് പേരിട്ടായിരുന്നു വിളിച്ചിരുന്നത്, ഇങ്ങനെ 2 ക്വസ്റ്റ്യൻ ആണുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. അനുഭവ മണ്ഡപം വാസ് എ സ്പിരിച്വൽ ഫോറം. അതെന്ന് പറയുന്നത് ഒരു ആത്മീയമായ ഒരു ചർച്ചാ വേദിയാണ്. സ്പിരിച്വൽ ഫോറം ഫൗണ്ടഡ് ബൈ ബസവണ്ണ ഇൻ 12th century CE. അതാരാണ് ഫൗണ്ട് ചെയ്തത്? ബസവണ്ണയാണ് അത് ഓർഗനൈസ് ചെയ്തത്. അല്ലാമ പ്രഭു അക്ക മഹാദേവി ദ ഡിസ്കഷൻ ഇൻ ദ അനുഭവ മണ്ഡപം ലെഡ് ദ ഡിസ്കഷൻസ് ഇൻ ദ അനുഭവ മണ്ഡപം. അപ്പോൾ അനുഭവ മണ്ഡപത്തിൽ ഡിസ്കഷൻസ് ചർച്ചകൾക്ക് ആരായിരുന്നു ഗൈഡൻസ് നേതൃത്വം കൊടുത്തത്? അല്ലാമ പ്രഭുവും അക്ക മഹാദേവിയും ആയിരുന്നു. പീപ്പിൾ യൂസ്ഡ് ടു കം ഹിയർ ഫോർ സ്പിരിച്വൽ ഡിസ്കഷൻ. ഇവിടെ ആൾക്കാർ എന്തിനാണ് വന്നത്? സ്പിരിച്വൽ ഡിസ്കഷൻ, ആത്മീയ ചർച്ചകൾക്കായിരുന്നു. ആൻഡ് റിന്യൂവൽ ഓഫ് നോളേജ്, അതേപോലെ തന്നെ അവരുടെ നോളേജ് പുതുക്കാനുമായിരുന്നു. എവരി വൺ വാസ് അലൗഡ് ടു പാർട്ടിസിപ്പേറ്റ് ദ ഡിസ്കഷൻ ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ് ആൻഡ് ജെൻഡർ. എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാം. ജാതിയോ മതമോ അല്ലെങ്കിൽ ആണ് പെണ്ണ് അങ്ങനത്തെ ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ലായിരുന്നു. പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സെക്കൻഡ് ക്വസ്റ്റ്യൻ ദ ഐഡിയാസ് ദാറ്റ് എമർജ്ഡ് ഇൻ ദ ഡിസ്കഷൻ ഹെൽഡ് ഇൻ ദ അനുഭവ മണ്ഡലം വർ നോൺ ആസ് വചനാസ്. എന്താണ്? വചനാസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇനി ആക്ടിവിറ്റി 9 നോക്കാം. വാട്ട് വർ ദ മെത്തേഡ്സ് അഡോപ്റ്റഡ് ബൈ ഗുരുനാനക് ടു പ്രൊപ്പഗേറ്റ് ദ ഐഡിയാസ് ഓഫ് റിലീജിയസ് ടോളറൻസ് ആൻഡ് യൂണിവേഴ്സൽ ബ്രദർഹുഡ്. അപ്പം ഗുരുനാനാക്കിൻ്റെ മെത്തേഡ്സ് എന്തൊക്കെയായിരുന്നു, ഏതൊക്കെ മെത്തേഡ്സ് ആയിരുന്നു അദ്ദേഹം അഡോപ്റ്റ് ചെയ്തത്? ഈ ട്രാവൽഡ് വിത്തിൻ ആൻഡ് ഔട്ട്സൈഡ് ഇന്ത്യ ടു പ്രൊപ്പഗേറ്റ് തോട്ട്സ്. അദ്ദേഹം രാജ്യത്തിനകത്തും പുറത്തും സഞ്ചരിച്ചു. ഗുരുനാനക് വാസ് എഗെയിൻസ്റ്റ് ദ മീനിങ്ലെസ് റിലീജിയസ് റിച്വൽസ്. ഹി അറ്റംപ്റ്റഡ് ടു പ്രൊപ്പഗേറ്റ് ദ മെസ്സേജ് ഓഫ് വൺ ഗോഡ്. അപ്പോൾ ഒരു അർത്ഥവും ഇല്ലാതെയുള്ള ചില റിച്വൽസ്, അനുഷ്ഠാനങ്ങളെയൊക്കെ ഗുരുനാനക് ഒപ്പോസ് ചെയ്തിരുന്നു. അതേപോലെ തന്നെ ഒരൊറ്റ ദൈവം എന്നൊരു സന്ദേശം ജനങ്ങളിൽ എത്തിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. ഈ പ്രൊമോട്ടഡ് ദ ഐഡിയാസ് ഓഫ് ഇക്വാലിറ്റി, ബ്രദർഹുഡ്, ലവ്, ഗുഡ്നസ് ആൻഡ് റിലീജിയസ് ടോളറൻസ്. സാഹോദര്യം, സ്നേഹം, നന്മ, ഇതൊക്കെ അദ്ദേഹം പ്രചരിപ്പിച്ചു. കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, അഡൾട്ടറി ആൻഡ് പിൽഗ്രിമേജ് വർ റിജക്റ്റഡ് ബൈ ഹിം. അപ്പോൾ ജാതി വിവേചനം, അതേപോലെ വിഗ്രഹാരാധന, തീർത്ഥാടനം, ഇതൊക്കെ അദ്ദേഹം റിജക്റ്റ് ചെയ്തു. എക്കണോമിക് ഇൻഇക്വാലിറ്റി വാസ് ക്വസ്റ്റ്യൻഡ്. സാമ്പത്തികമായിട്ട് പല ഇൻഇക്വാലിറ്റീസും ഉണ്ടായിരുന്നു. ഒരാൾക്ക് കൂടുതൽ സ്വത്ത്, ഒരാൾക്ക് ഒന്നുമില്ലാത്തവർ, അങ്ങനെ അതിനെയൊക്കെ അദ്ദേഹം ക്വസ്റ്റ്യൻ ചെയ്തു. പീപ്പിൾ വർ എൻകറേജ്ഡ് ടു അബ്സ്റ്റെയിൻ ഫ്രം യൂസിങ് ഇൻടോക്സിക്കൻസ്. ലഹരികളിൽ നിന്ന് വിട്ടു നിൽക്കാൻ ജനങ്ങളോട് പറഞ്ഞു. ഈ എംഫസൈസ്ഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ലങ്കാർ, ദ കമ്മ്യൂണിറ്റി കിച്ചൺ വെർ ഓൾ ക്ലാസ്സസ് ഓഫ് പീപ്പിൾ കുഡ് ഈറ്റ് ടുഗദർ. ഇപ്പം ലങ്കാർ എന്ന് പറഞ്ഞാൽ പൊതു അടുക്കള, എല്ലാ ജനങ്ങൾക്കും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാവുന്ന പൊതു അടുക്കളയുടെ പ്രാധാന്യം അദ്ദേഹം വ്യക്തമാക്കി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹു വാസ് ദ പ്രൊപ്പഗേറ്റർ ഓഫ് ഭക്തി മൂവ്മെൻറ്റ് ഹു ലിവ്ഡ് ഇൻ നോർത്തേൺ ഇന്ത്യ ഇൻ 15th century? 15th centuryയിൽ ആരായിരുന്നു? കബീർ അല്ലേ? കബീർ എന്ന് നമുക്ക് പറയാം. ഇനി അടുത്തത് എന്താണ്? ടു വാട്ട് എക്സ്റ്റെൻസ് കബീർസ് ഐഡിയാസ് ഹെൽപ്പ് ടു പ്രൊമോട്ട് ഇക്വാലിറ്റി ആൻഡ് റിലീജിയസ് ഹാർമണി എമംഗ് പീപ്പിൾ. എന്തൊക്കെയാണ് ചെയ്തത്? ഇക്വാലിറ്റിയും അതേപോലെ തന്നെ മതസഹിഷ്ണുതയും, മതങ്ങൾ തമ്മിലുള്ള ഒരു ഹാർമണി ഉണ്ടാകാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്തൊക്കെ ഐഡിയാസാണ് പ്രചരിപ്പിച്ചത്? കബീർ പ്രൊപ്പഗേറ്റഡ് ഹിസ് ഐഡിയാസ് ത്രൂ ഹൈംസ് നോൺ ആസ് ദോഹാസ്. ദോഹകൾ എന്നറിയപ്പെടുന്ന കീർത്തനങ്ങളിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ആശയങ്ങളൊക്കെ പ്രചരിപ്പിച്ചത്. ഈ കമ്പോസ്ഡ് ഹിസ് ഹൈംസ് ഇൻ എ ലാംഗ്വേജ് ദാറ്റ് കോമൺ പീപ്പിൾ കുഡ് അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ദോഹകൾ എന്ന് പറയുന്നത് സാധാരണക്കാരന് മനസ്സിലാവുന്ന ഒരു ഭാഷയിലായിരുന്നു. കബീർ സ്റ്റുഡ് ഫോർ ഹിന്ദു മുസ്ലിം യൂണിറ്റി ആൻഡ് ബ്രദർഹുഡ്. ഹിന്ദു മുസ്ലിം സഹോദര്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ആളായിരുന്നു കബീർ. ഈ ഒപ്പോസ്ഡ് ദാറ്റ് കാസ്റ്റ് സിസ്റ്റം, അൺടച്ചബിലിറ്റി, റിലീജിയസ് റിച്വൽസ്, പോസ്റ്റ് ഡെത്ത് റൈറ്റ്സ്, idol worship. Kabir criticized all kinds of discrimination based on caste, religious, race, legacy
ആൻഡ് വെൽത്ത്. ജാതി, മതം, കുടുംബ മഹിമ തുടങ്ങിയ അടിസ്ഥാനമായിട്ടുള്ള ഈ ഒരു വേർതിരിവൊക്കെ അനാവശ്യമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. കബീർ തോട്ട്സ് ആൻഡ് ആക്ടിവിറ്റീസ് വെർ ഇമെൻസ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഭക്തി സൂഫി ഐഡിയാസ്. ഹി റിജക്റ്റഡ് റിലീജിയസ് ട്രഡീഷൻ കംപ്ലീറ്റ്ലി. ഹി ഓൾസോ ഇഗ്നോർഡ് എക്സ്റ്റേണൽ റിച്വൽസ് ഓഫ് റിലീജിയൻസ്. കബീർ ബിലീവ്ഡ് ഇൻ ഫോംലെസ് ഗോഡ് പ്രൊപ്പഗേറ്റഡ് ഭക്തി ആസ് എ മീൻസ് ഓഫ് സാൽവേഷൻ. അപ്പോൾ ഇതിലൊക്കെ ചില ക്വസ്റ്റ്യൻസിലൊക്കെ ഒരുപാട് പോയിൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ അത്രയൊന്നും പോയിൻറ്റ്സ് ഇപ്പോൾ ഇതിൽ തന്നെ നമ്മൾ 5-6 പോയിൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാർക്കിനനുസരിച്ച് നിങ്ങൾ പോയിൻറ്റ്സ് എഴുതിയാൽ മതി. 4 മാർക്കിനാണ് ഒരു ആക്ടിവിറ്റി സാധാരണ ഉണ്ടാവില്ല. അതിൽ 4 മാർക്കാണ് ഒരൊറ്റ ക്വസ്റ്റ്യൻ ആണെന്ന് നിങ്ങൾ ഒരു 4 പോയിൻറ്റ്സ് എങ്കിലും എഴുതണം. ബാക്കി 2 അങ്ങനെ മാർക്കിനനുസരിച്ച് 2-3 പോയിൻറ്റ്, 2 മാർക്കിനനുസരിച്ച് മാക്സിമം ഒരു 3 പോയിൻറ്റ് നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. ലാസ്റ്റ് ക്വസ്റ്റ്യനാണ് ഐഡൻറ്റിഫൈ ദിസ് പിക്ചർ. ഏതൊക്കെയാണ് ഇത്? ഏതൊക്കെ സ്ഥലങ്ങളാണ്? ഒന്ന് വിരൂപാക്ഷ ക്ഷേത്രം, വിരൂപാക്ഷ ടെമ്പിൾ, ഹംപി. രണ്ടാമത്തെ ഏതാണ്? ലോട്ടസ് മഹൽ. ഇതേതാണ്? വിരൂപാക്ഷ ടെമ്പിൾ. ഇത് ലോട്ടസ് മഹൽ. ഓക്കെ, ഇത് ഏത് ഡൈനാസ്റ്റിയുടെ കാലത്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക? വിജയനഗര ഡൈനാസ്റ്റി. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.